ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണേ. ചെറുതെന്ന് പറയുന്നെങ്കിലും പക്ഷേ പോകുമ്പം വലുതായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം. ആരെങ്കിലും എൻ്റെ വ്ളോഗ്, എനിക്കറിയാം കുറേ ആൾക്കാർ കാണുന്നുണ്ടാവും, പക്ഷേ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടാവും, എന്നാലും ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ഇനിയും നല്ല ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ അതിന് എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ പോകുന്നത് വേറെ എവിടെയല്ല, മാർക്ക് ആൻഡ് സേവിലേക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ അങ്ങനെ ഇതുവരെ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഞാനിങ്ങനെ റീൽസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം. കാരണം സാധാരണ ഞാൻ നെസ്റ്റോന്നും ലുലുന്നെല്ലാം വാങ്ങൽ. എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് കുറച്ചും കൂടി അടുത്തതാണെന്ന് വിചാരിക്കും. പിന്നെ ഇതിങ്ങനെ ഞാൻ കുറേ റീൽസ് കണ്ടപ്പോൾ പോയതാണ്. പക്ഷേ പറയാനൊന്നുമില്ല കേട്ടോ, കണ്ടതിൽ അടിപൊളിയാണ്. അപ്പം ഞാൻ ട്രോളിയെല്ലാം എടുത്ത് എനിക്ക് ആകെ ഒരു 5-8 സാധനം അത്രയും ഞാൻ എഴുതിയെടുത്തത്. കാരണം എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനം എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പോയത് വേറെ എവിടെയല്ല, വെജിറ്റബിളിൻ്റെ സെക്ഷനിൽ എപ്പോഴും ഞാൻ ഫസ്റ്റ് പോവുക. അപ്പോൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അടിപൊളി ഫ്രഷ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫറെല്ലാം കണ്ടുകൊണ്ട് ചിലപ്പോൾ വെജിറ്റബിൾസ് ഒന്നും അത്ര ഫ്രഷ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ നല്ല വെള്ളരിയെല്ലാം നോക്ക്, എന്ത് നല്ല മുഞ്ചുള്ള വെള്ളരിയാണ്. എല്ലാം നല്ല മുഞ്ചുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ സ്വതവേ എല്ലാം കുറച്ച് കാണാൻ മുഞ്ചുള്ളതെല്ലാം വാങ്ങുക. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വെജിറ്റബിളും ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് വാങ്ങി. എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് വാങ്ങി. പിന്നെ ചിലതെല്ലാം നല്ല ഓഫറുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയേണ്ട വേറൊന്നുമില്ല, ഇവിടെ മെയിൻ നല്ല ഓഫറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഞാനന്ന് പോയപ്പോൾ ഉള്ളത് ഒന്ന് എഗ്ഗിന്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ അങ്ങനത്തെ അരി, അങ്ങനത്തെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്കെല്ലാം ഓഫറുണ്ട്. ഒരുവിധം എല്ലാം ഈ കാണുന്നതിനെല്ലാം ഓഫറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. ഒക്കെ ഓഫറുള്ള സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ ഞാൻ അരി ഒക്കെ വാങ്ങി, എനിക്ക് ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങി. പിന്നെ കാണുന്ന ഓരോ സാധനവും ഞാൻ എടുക്കുന്നുണ്ട്, പൈസ നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുറവ് എന്ന് പറഞ്ഞ് പോയിട്ട് എല്ലാ സാധനവും പൈസ നോക്കാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ വാങ്ങി കേട്ടോ. ഞാൻ 5 സാധനം വാങ്ങാൻ പോയാൽ നോക്ക് ഇത്രയും സാധനം. പോരാത്തതിന് മെയിനായിട്ട് ചക്കയാണ് മെയിൻ കേട്ടോ. ചക്ക ഞാൻ മുഞ്ചുള്ള ചക്ക കണ്ടപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് വെച്ച് ഞാൻ വാങ്ങിയതാണ്. നാട്ടിൽ നിന്ന് എല്ലാവരും റീൽസും പിന്നെ ഫോട്ടോ എല്ലാം അയച്ചിട്ട് എന്താ പറയുക, ഇവിടെ ഞാൻ ചക്ക കാണൽ തന്നെ ഇല്ല. പിന്നെ ഞാൻ വന്ന സെക്ഷൻ ഇതാ പാത്രം. ഞാനിങ്ങനെ ചട്ടി കണ്ടിട്ട് നോക്കിയതാണ്. നോക്കലാളൂ അടുത്തൂടാത്ത പൈസ, അത്രയും നല്ല പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുത്താം കേട്ടോ. പിന്നെ എനിക്ക് ചിക്കനും മീനും വാങ്ങിയാലോ എന്നൊരു കൺഫ്യൂഷൻ. കാരണം എന്ന് വെച്ചാൽ നന്നാവൂലേ. അപ്പോൾ മീൻ ഞാൻ ഫ്രഷ് തന്നെ കേട്ടോ വാങ്ങിയിട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ വാങ്ങില്ല. അത് ഫ്രഷ് അല്ല എന്നല്ല, പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് തോന്നുക നമ്മൾ വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു കട്ട് ചെയ്ത് തരില്ല. പക്ഷെ നല്ല മീനാണ് ഞാൻ വാങ്ങിയ, നെയ്മീനാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല, ആദ്യമായിട്ട് വാങ്ങുകയാണേ. പക്ഷെ നല്ലത് ചിക്കൻ, പിന്നെ പറയാനൊന്നുമില്ല, ചിക്കൻ നല്ല ചിക്കൻ തന്നെ. പിന്നെ ഞാൻ 3-4 തേങ്ങ ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം പിന്നെ പൈസ ഉണ്ടോയെന്ന് വെച്ചാൽ അതിനൊന്നും അത്ര ഓഫറൊന്നുമില്ല, എന്നാലും ആവശ്യമുള്ളതുകൊണ്ട് എടുത്തെന്നുള്ളൂ. അപ്പോൾ എൻ്റെ സാധനമെല്ലാം ഞാൻ മിച്ചറൊക്കെ വാങ്ങിക്കും. അതൊന്നും ഓഫറൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടിട്ട് ഇങ്ങനെ പൂതിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ബിസ്ക്കറ്റിനെല്ലാം ഓഫറുണ്ട്. പിന്നെ എനിക്കൊരു ജഗ് ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെ അതും വാങ്ങി. പിന്നെ എൻ്റെ സാധനം എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ലേറ്റായി. നമ്മൾ 7:30 കയറി, 7:00 കയറിക്കിൻ്റെ ഉള്ളിൽ 11 മണി ഇറങ്ങുമ്പോൾ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ 2 ബിരിയാണി ഓർഡർ ചെയ്യാം. അങ്ങനെ ബിരിയാണി നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ മെഹഫിൽ നിന്ന് വാങ്ങിയതാണ്. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ബിരിയാണി കഴിക്കുന്നത്. സത്യം പറയാം, ഒന്നും പറയാനില്ല. നമ്മളെ നാട്ടിലെ സെയിം നാട്ടിലെ അതേ ടേസ്റ്റ്. പിന്നെന്താ പറയുക, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഞാൻ ആ ബിരിയാണീൻ്റെ എല്ലാം പിന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് അടുത്ത വ്ളോഗ്.